കുട്ടിക്കാലം മുതലേ ജയേട്ടന്റെ പാട്ടുകൾ കേട്ട് വളർന്ന ഒരു ഗായകനാണ് ഞാൻ. എൻ്റെ അച്ഛന് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ജയേട്ടനായിരുന്നു. ഓരോ ദിവസം തുടങ്ങിയിരുന്നത് ജയേട്ടന്റെ പാട്ടുകൾ വെച്ചിട്ടായിരുന്നു. ജയേട്ടൻ ആലപിച്ച വിഘ്നേശ്വര ജന്മനാളികേരം എന്ന് തുടങ്ങുന്ന ഒരു ആൽബം ഉണ്ട്, പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ആൽബം. അപ്പൊ അത് വെച്ചിട്ടാണ് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അന്ന് മുതല് ജയേട്ടൻ എന്റെ മനസ്സിൽ കയറി, എന്റെ മനസ്സിൽ കുടികൊള്ളുന്ന, ഞാൻ ആരാധിക്കുന്ന ഒരു ഗായകനാണ്. പിന്നീട് ഞാൻ ഈ ഫീൽഡിൽ വന്നപ്പോഴും പരിചയപ്പെടാനിടയായി. അത് എന്നോടൊക്കെ വളരെ ഒരു വളരെ ഡൗൺ ടു എർത്തായി. ഒരു മകന് അച്ഛൻ കൊടുക്കുന്ന വാത്സല്യം അതുപോലെയായിരുന്നു എന്നോട് ജയേട്ടൻ ഉണ്ടായിരുന്നത്. ജയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്, കാണാറുണ്ട്, ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ വിളിച്ചില്ലെങ്കിലും ചേട്ടൻ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. വളരെ രസകരമായിട്ടുള്ള സംസാരം, പല വിഷയങ്ങളെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. പഴയ പല ഗായകരെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. കുറെ ടിപ്സുകൾ തന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ നിരവധി വേദികളിൽ ഒരുമിച്ച് പാടാനും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജാ സാറിന്റെ ഒക്കെ എബ്രോഡ് പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാം രസകരമായിട്ടുള്ള ഒരു ഓർമ്മകളാണ് ഇപ്പോൾ മനസ്സിൽ. അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. നമ്മളെല്ലാരും നമ്മളെല്ലാരും വിളിക്കുന്ന പോലെ ഭാവഗായകൻ. അതുപോലെ തന്നെ ഭാവഗായകൻ മാത്രമല്ല, ഓരോ അക്ഷരം അദ്ദേഹം ഉച്ചരിക്കുന്നതും വളരെ സ്ഫുടതയോടു കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്കറിയാം. എന്തായാലും ഇതൊരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടമാണ് ഉണ്ടായത്. അർപ്പിക്കുന്നു.